ഞങ്ങൾക്കു വേണ്ടിയെന്നും നിരന്തരം മധ്യസ്ഥം പ്രാർത്ഥിക്കണേ. കന്യകമാതാവേ, അമ്മയുടെ പൊന്നുണ്ണി മോനോട് ഞങ്ങൾക്ക് വേണ്ടിയെന്നും നിരന്തരം മധ്യസ്ഥം പ്രാർത്ഥിക്കണേ. കന്യകമാതാവേ, അമ്മയുടെ പൊന്നുണ്ണി മോനോട് ഞങ്ങൾക്കു വേണ്ടിയെന്നും നിരന്തരം മധ്യസ്ഥം പ്രാർത്ഥിക്കണേ. ദൈവകുമാരന് ജന്മം നൽകാൻ ദൈവം തിരഞ്ഞെടുത്ത ദൈവകൃപ നിറഞ്ഞ മരിയ ഞങ്ങൾക്കും അമ്മയല്ലോ. ദൈവത്തിനിഷ്ടമെന്നും എന്നോടെ പൊന്നിഷ്ടമായിടുവാൻ ദാസനും ദാസിയുമായി അമ്മയെപ്പോൾ ഞങ്ങളും മാറിടട്ടെ. എന്നോട് ചിത്തമെന്നും രക്ഷകനിൽ ആനന്ദം കൊണ്ടിടുവാൻ എന്നോട് ഹൃത്തിലെന്നും സത്യമാം വചനം നിറച്ചിടണേ. അമ്മയില്ലാതലയം തനയർക്ക് അമ്മയ തീർന്നവളേ, അമ്മതൻ സാന്ത്വനമായ അരികത്ത് നിത്യവും നിന്നിടണേ. കന്യകമാതാവേ, അമ്മയുടെ പൊന്നുണ്ണി മോനോട് ഞങ്ങൾക്കു വേണ്ടിയെന്നും നിരന്തരം മധ്യസ്ഥം പ്രാർത്ഥിക്കണേ. കന്യകമാതാവേ, അമ്മയുടെ പൊന്നുണ്ണി മോനോട് ഞങ്ങൾക്കു വേണ്ടിയെന്നും നിരന്തരം മധ്യസ്ഥം പ്രാർത്ഥിക്കണേ. പ്രാർത്ഥനയോടെ അമ്മയുടെ മധ്യസ്ഥത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു ജീവിതം നയിച്ചവള്, പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ചൈതന്യം പകർന്നു നൽകുവാൻ പ്രിയപുത്രനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ആത്മാവിനാൽ നിറയപ്പെടുമ്പോഴാണല്ലോ ഞങ്ങൾ ഓരോരുത്തരും ദൈവമക്കളായി ജീവിക്കുന്നത്. ആത്മാവിൻ്റെ പ്രചോദനങ്ങൾ അനുസരിച്ച് അനുദിന ജീവിതത്തിൽ മുന്നേറുവാൻ അമ്മേ ഞങ്ങൾക്കായി തിരുക്കുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. സ്വയെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി, ഒരു പുത്തൻ അഭിഷേകം നൽകി, പുതുചൈതന്യം നൽകി ഞങ്ങളെയും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നവരെയും ഞങ്ങളുടെ ജീവിത മേഖലകളെയും അനുഗ്രഹിക്കുവാൻ ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. കുടുംബം ഒന്നായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും എല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഈ 32-ാം ദിനത്തിലെ ശുശ്രൂഷ നമുക്കേവർക്കും വലിയ ദൈവാനുഗ്രഹപ്രദമായി തീരുവാൻ, ആത്മാവിൻ്റെ നിറവിലേക്ക് നയിക്കുന്നതാകുവാൻ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. പ്രാർത്ഥനയോടെ തമ്പുരാൻ്റെ വചനങ്ങൾ ശ്രവിക്കുവാനായി നമുക്കൊരുങ്ങാം. ജോയേൽ പ്രവചനം 2-ാം അധ്യായം 28-ാം തിരുവചനം. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, വിമല സങ്കേതം ശുശ്രൂഷയുടെ 32-ാം ദിനത്തിലേക്ക് ഏവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദിനങ്ങളിൽ സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ അനവധിയായ കൃപകളാലും അനുഗ്രഹങ്ങളാലും നമ്മളെ ഓരോരുത്തരെയും സമ്പന്നരാക്കുകയും ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് പുത്രനായ യേശു ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. വചനത്തിൻ്റെ അഭിഷേകം ഈ ദിവസങ്ങളിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമുക്ക് ലഭിക്കുന്നതിനെ ഓർത്ത് നമുക്ക് നല്ലവനായ ദൈവത്തിന് ഹൃദയത്തിൽ നന്ദി പറയാം. ഈശോയെ, ഈ ദിവസങ്ങളിലൂടെ ഞങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത്, ഞങ്ങളുടെ പ്രാർത്ഥനകളെ നിയോഗങ്ങളെ സ്വീകരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. വചന ശുശ്രൂഷയ്ക്കായിട്ട് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ അമ്മയുടെ വിലയേറിയ മാധ്യസ്ഥ സംരക്ഷണം ഞങ്ങൾ യാചിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും ഒക്കെ ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാനായിട്ട് നമുക്ക് ഏറ്റവും ശ്രദ്ധയോടെ ആയിരിക്കാം. നാം ശ്രവിച്ച വചനം ജോയേൽ പ്രവചനം 2-ാം അധ്യായം 28-ാം തിരുവചനം. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലുള്ള ഒരു ജീവിതം,
ഈശോ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നാം എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു ജീവിതം നയിക്കണമെന്നാണ്. നമുക്ക് ബൈബിൾ എന്നെടുക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 15-ാം തിരുവചനം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 15-ാം തിരുവചനം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. തൊട്ടടുത്ത വചനം, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. അപ്പോൾ പിതാവായ ദൈവത്തിനോട് അപേക്ഷിച്ച് പരിശുദ്ധാത്മാവിനെ സഹായകനായി ഈശോ നമുക്ക് നൽകുമ്പോൾ ഈശോയുടെ കൽപ്പനകൾ പാലിക്കുവാൻ എന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കും. സ്നേഹത്തിൻ്റെ നിറവിലേക്ക്, കൽപ്പനകളുടെ പാലനത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ ദിനങ്ങളിൽ നമ്മൾ കാണുകയുണ്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം പരിശുദ്ധ അമ്മ സ്വന്തമാക്കിയപ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ സ്വഭാവത്തിലൊക്കെ വന്ന വലിയ മാറ്റം. ഇപ്പോൾ പരിശുദ്ധ അമ്മ ഈ ദിവസങ്ങളിൽ നമ്മളെ കൈപിടിച്ച് നയിക്കുന്നത് ഈ ദൈവീക സ്വഭാവത്തിലേക്കാണ്, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്കാണ്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന് സമൂലമായ മാറ്റം സംഭവിക്കും. ആത്മാവിൻ്റെ അഭിഷേകമുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കും, അല്ലേ? നമ്മളെല്ലാവരിലും പരിശുദ്ധാത്മാവ് ഉണ്ടോ? ആ പരിശുദ്ധാത്മാവ് എല്ലാവരിലും ഉണ്ട്, അല്ലേ? പരിശുദ്ധാത്മാവിനെ നാം എല്ലാവരും സ്വീകരിച്ചിട്ടുണ്ടോ? ഉണ്ട്. മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെയൊക്കെ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിലും നമ്മുടെ സ്വഭാവത്തിൽ വല്ല മാറ്റമുണ്ടോ? ഇല്ല. പലപ്പോഴും നമ്മൾ പല ധ്യാനങ്ങളും കൂടും, അല്ലേ? പല കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ക്രമീകരിക്കണമെന്ന് ആഗ്രഹിക്കും, പക്ഷെ ഒന്നും സാധിക്കുന്നില്ല. അതായത് പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ, സ്വഭാവത്തിൽ നമുക്ക് മാറ്റം വരുത്തുവാനായിട്ട് സാധിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുഭവിക്കണം. അതെങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്? ഒരു കൊച്ചുദാഹരണം പറയും. ഒരു ഉദാഹരണം, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഭവസമൃദ്ധമായ ഭക്ഷണം, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ? നിങ്ങൾ മനസ്സിലോർത്തു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം. ഓക്കെ, ഒരു ബിരിയാണി കൊള്ളാം. നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ബിരിയാണി കഴിക്കാനായി നമ്മളൊരു ഹോട്ടലിലെത്തി, നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തു. നമ്മൾ അല്പനേരം കാത്തിരുന്നു. നല്ല ഒരു ബിരിയാണി നമ്മുടെ ടേബിളിൻ്റെ മുൻപിൽ കൊണ്ടുവച്ചു, നമ്മളിരിക്കുന്നതിൻ്റെ മുൻപിൽ കൊണ്ടുവച്ചു. നല്ല മണമുണ്ട്, നമുക്കത് കഴിക്കാനൊക്കെ ആയിട്ട് തോന്നുന്ന വിധത്തിൽ വളരെ മനോഹരമായിട്ട് ഇതാ നല്ലൊരു ബിരിയാണി, രുചികരമായ ബിരിയാണി കൊണ്ടുവച്ചിട്ടുണ്ട്, അല്ലേ? ഈ ബിരിയാണി മുൻപിലിരുന്നാൽ എൻ്റെ വിശപ്പ് മാറുമോ? ബിരിയാണി ഉണ്ട്, മുൻപിലുണ്ട്. പക്ഷേ ഇതെൻ്റെ സ്വന്തമാവുന്നപ്പോഴാ? ഞാനിത് ഭക്ഷിക്കുമ്പോഴാണ്. പ്രിയമുള്ളവരെ, അതായത് എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ ഞാൻ അനുഭവിക്കുമ്പോഴാണ്, എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ ഞാൻ അനുഭവിക്കുമ്പോഴാണ് ഞാൻ ദൈവസ്നേഹത്തിൻ്റെ നിറവിലേക്കും യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കും ദൈവ മക്കളുടെ ഒരു നിറവിലേക്ക് ഞാൻ നയിക്കുന്നത്, എൻ്റെ ജീവിതത്തെ നയിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നത്. എൻ്റെ മുൻപിൽ ഉണ്ടായിട്ട് കാര്യമില്ല, ഞാനത് ഭക്ഷിക്കണം, എങ്കിലേ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാവുകയുള്ളൂ. അതുപോലെയാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ. അപ്പം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. അതുതന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വചനത്തിൽ കണ്ടു. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ കാണുകയുണ്ടായി. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനം, എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരങ്ങളെ, എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മളിൽ എല്ലാവരിലും ദൈവിക ചൈതന്യമായ പരിശുദ്ധാത്മാവുണ്ട്, അല്ലേ? ഈശോയുടെ ശിഷ്യന്മാരിലും ഈ പരിശുദ്ധാത്മാവിന് നിറവുണ്ടായിരുന്നു. പക്ഷേ എപ്പോഴാണ് അവർ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചത്? ഈ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്വഭാവത്തിൽ സമൂലമായ
മാറ്റം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ പുസ്തകം നമുക്കൊന്ന് എടുക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 1-ാം അധ്യായത്തിൻ്റെ 14-ാം തിരുവചനത്തിൽ നാം ഇങ്ങനെ കാണുന്നു: ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം മറ്റു സ്ത്രീകളോടുമൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വീണ്ടും 2-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 2-ാം അധ്യായത്തിന് 1-ാം തിരുവചനം: പന്തക്കുസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം പെട്ടെന്ന് അവർ കേട്ടു. പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങണമെന്ന് ഈശോ സ്ലീഹന്മാരെ ഓർമ്മപ്പെടുത്തി. അവരിതാ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം 1-ന്റെ 14-ാം തിരുവചനത്തിൽ നാം അങ്ങനെയാണ് കണ്ടത്. 1-ന്റെ 8-ാം തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 1-ന്റെ 8: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായി തീരുകയും ചെയ്യും. അപ്പോൾ നോക്കിയേ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായി തമ്പുരാൻ സ്ലീഹന്മാരെ ഒരുക്കുകയാണ്. അവരിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനം ഒരനുഭവം സ്വന്തമാക്കുന്നതിന് വേണ്ടി ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച സ്ലീഹന്മാരുടെ ജീവിതത്തിൽ വരുന്ന സമൂലമായ മാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സ്ലീഹന്മാർ ഇതാ ആദ്യമായി അവരിതാ വിശുദ്ധിയിൽ വളരുകയാണ്. സ്ലീഹന്മാർ അന്ന് വരെ ഉണ്ടായിരുന്ന അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് മാറി വിശുദ്ധമായ ജീവിതത്തിലേക്ക് അവർ നടന്നെടുക്കുകയാണ്. അവരുടെ ഭയം പോയി, പേടി പോയി, ആകുലത മാറി. ഇതാ അവർ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങപ്പെട്ടു. ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് അവർ ഒരുക്കപ്പെട്ടു. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോൾ അവർ ജീവിതത്തിൽ വിശുദ്ധിയിൽ മുന്നേറാൻ തുടങ്ങി. അവരുടെ അസ്വസ്ഥതകൾ മാറി. അവർ വചന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നു. വീണ്ടും ഇതാ സ്ലീഹന്മാരുടെ ഇടയിൽ തമ്മിലുള്ള വഴക്കുകൾ പിന്നീട് നമ്മൾ കാണുന്നില്ല. ഈശോയുടെ കൂടെ ആയിരുന്ന സമയങ്ങളിൽ നമ്മൾ ചിലപ്പോൾ കാണുന്നുണ്ട് തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ചൊക്കെയുള്ള വഴക്കുകൾ, ചിന്തകൾ, അസ്വസ്ഥപ്പെടുന്ന ചിന്തകൾ സ്ലീഹന്മാരുടെ ഇടയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഇടയിലുള്ള വഴക്കുകൾ മാറി. അവർ ഏക മനസ്സോടെ ശുശ്രൂഷ ജീവിതത്തിലേക്ക്, യേശുവിൻ്റെ ആത്മാവിനെ സ്വീകരിച്ചപ്പോൾ ഏക മനസ്സോടെ ശുശ്രൂഷ ജീവിതത്തിലേക്ക് അവർ ഇറങ്ങിത്തിരിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തമ്പുരാൻ്റെ വചനത്തെ പങ്കുവെച്ചു കൊടുക്കുവാൻ പാകത്തിന് തങ്ങളുടെ ജീവിതം കൃപയാൽ നിറയപ്പെട്ട വലിയൊരു അഭിഷേകം സ്ലീഹന്മാരിൽ നമ്മൾ കാണുക. അവരുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു. അവരുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു. അവർ ആത്മാവിനാൽ നിറയപ്പെട്ടപ്പോൾ സാമുവേൽ പ്രവചനം 1-ാം പുസ്തകം 10-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. 1 സാമുവേൽ 10-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനം: അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ വസിക്കും. ദൈവം സാവൂളിനോട് പറയുന്ന കാര്യമാണ്, സൗൽ രാജാവിനോട് പറയുന്ന കാര്യമാണ്. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ വസിക്കും. ഇതാ സാവൂൾ സാമുവേലിൻ്റെ അടുത്തേക്ക് പോകുവാൻ തിരിഞ്ഞപ്പോൾ ദൈവം അവന് ഒരു പുതിയ ഹൃദയം നൽകി. ദൈവം അവന് ഒരു പുതിയ ഹൃദയം നൽകി. സാമുവേൽ പറഞ്ഞതെല്ലാം അന്ന് തന്നെ സംഭവിച്ചു. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട സാവൂൾ, പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുകയാണ്, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട സാവൂൾ ഇതാ ഒരു പുതിയ ഹൃദയത്തിന് ഉടമയായി തീർന്നു. അപ്പോൾ ആത്മാവിനാൽ നിറയപ്പെട്ട സ്ലീഹന്മാരുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് നമ്മൾ വചനത്തിൽ കാണുകയാണ്. ഓർക്കണോട്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനാൽ നാം ഓരോരുത്തരും നിറയപ്പെടുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരും, നമ്മുടെ ജീവിത രീതിയിൽ മാറ്റം വരും, നമ്മുടെ ചിന്താരീതികളിൽ മാറ്റം വരും, നമ്മുടെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരും. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം. പരിശുദ്ധ അമ്മയുടെ ജീവിതം അങ്ങനെയല്ലേ? പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടപ്പോൾ തൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരികയാണ്, തൻ്റെ ജീവിത പ്രവർത്തനങ്ങളിൽ മാറ്റം വരികയാണ്. എളിമയുടെ തലത്തിലേക്ക്, ശുശ്രൂഷ തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയെ
നയിച്ചത് നമ്മൾ വചനത്തിലൂടെ കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ നമ്മൾ ധ്യാനിച്ചു പോയി. ഇതുപോലെയാണ് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയപ്പെടുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ ഈ ആത്മാവിനാൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഭൗതിക കാര്യങ്ങളെക്കുറിച്ചല്ല ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചോദിക്കുന്നത് പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണമെന്ന്. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ, ദൈവത്തിൻ്റെ ചൈതന്യം നിറയുമ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് എൻ്റെ രോഗം മാറാനാണ്, എൻ്റെ രോഗം മാറാൻ, എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാൻ, പരീക്ഷയിൽ വിജയം കൈവരിക്കാൻ ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ടെന്നല്ല. പക്ഷേ നമ്മൾ ഇതിനേക്കാൾ ഉപരിയായിട്ട് പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവ് എന്നിൽ നിറയണമെന്ന്. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ഈ മേഖലയിലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടും. ഞങ്ങളുടെ പട്ടാശ്രമത്തിലെ ഞങ്ങളുടെ ഒരു അച്ഛൻ എപ്പോഴും പറയുന്ന, പരിശുദ്ധാത്മാവിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്ന വളരെ മനോഹരമായൊരു ഉദാഹരണമുണ്ട്. അത് പറയുമ്പോൾ നമുക്ക് അച്ഛനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ആ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് അച്ഛൻ പറയുന്ന മനോഹരമായൊരു ഉദാഹരണമാണ്. ഉദാഹരണം ഇങ്ങനെയാണ്. നമ്മളൊരു കടയിൽ ചെന്ന് ഒരു മസാല ദോശ വാങ്ങുകയാണെന്ന് ഓർക്കുക. നമ്മളൊരു കടയിൽ ചെന്ന് നമ്മളൊരു മസാല ദോശ വാങ്ങുമ്പോൾ നമുക്കതിൻ്റെ കൂടെ എന്തെല്ലാം കിട്ടും? ആ മസാല ദോശയുടെ കൂടെ നമുക്ക് സാമ്പാർ കിട്ടും, ആ ചട്നി കിട്ടും. ചിലപ്പം നല്ല കടക്കാരനാണെങ്കിൽ ചിലപ്പോൾ ഒരു വടയും കൂടെ തരും, 10 രൂപ കൂടുതലും മേടിക്കും, എന്നാലും കുഴപ്പമില്ല. ഇതെല്ലാം നമുക്ക് ആ സാമ്പാർ കിട്ടുന്നു, ചട്നി ചിലപ്പോൾ 1-2 വിധത്തിലുള്ള ചട്നികൾ കിട്ടും, നമുക്ക് വട കിട്ടും. ഇതെല്ലാം നമ്മൾ ആ മസാല ദോശ ഓർഡർ ചെയ്താൽ കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ സാമ്പാർ വേണമെന്ന് ആവശ്യപ്പെടേണ്ട കാര്യമുണ്ടോ? ഇല്ല. ചട്നി വേണമെന്ന് പറയണോ? വേണ്ട. ഇതെല്ലാം നമ്മൾ മസാല ദോശ ഓർഡർ ചെയ്താൽ ഇതിൻ്റെ കൂടെ കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ്, പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിച്ചാൽ മറ്റെല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടും. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? മസാല ദോശയൊക്കെ വിട്ടേക്ക്, അത് കഴിഞ്ഞു. അതൊരു ഉദാഹരണം പറഞ്ഞതാ. നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയപ്പെടുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകും. പ്രിയമുള്ളവരെ, ചിലപ്പോൾ ഒത്തിരി ദേഷ്യപ്പെടുന്ന സ്വഭാവമുള്ളവരുണ്ടാകും. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ ഈ ദേഷ്യം മാറി നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ, സ്നേഹത്തോടെ നമുക്ക് സംസാരിക്കുവാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയപ്പെടുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ നയിക്കുമെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 16:13. സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക്. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞ് സത്യം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ടുള്ള ഒരു കൃപ നൽകും, ഒരു അഭിഷേകം നൽകും പരിശുദ്ധാത്മാവ്. വീണ്ടും പരിശുദ്ധാത്മാവ് നമ്മളെല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. യോഹന്നാൻ 14:26 തിരുവചനം ഇങ്ങനെ ഓർമ്മപ്പെടുന്നു: എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അല്പം കൂടി ഒരു അഭിഷേകത്തോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് പറ്റും. നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് കഴിഞ്ഞ ദിനത്തിൽ അച്ഛൻ ഓർമ്മപ്പെടുത്തി, ഗലാത്യ ലേഖനം 5:22-23 പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നിറയപ്പെടുമ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒത്തിരി കാര്യങ്ങളാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നമ്മൾ നിറയപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വന്തമാക്കുവാനായിട്ട് സാധിക്കുന്നത് സ്നേഹത്താൽ നമ്മൾ നിറയപ്പെടും. ആനന്ദവും സമാധാനവും, മറ്റുള്ളവരോട് ക്ഷമിക്കുവാനായിട്ടുള്ള കൃപ, സ്നേഹിക്കുവാനായിട്ടുള്ള കൃപ, ദയ, എളിമയുടെ, മറ്റുള്ളവരെ ഒരു അനുകമ്പയോടെ, ആർദ്രതയോടെ കാണുവാനായിട്ടുള്ള നല്ലൊരു മനസ്സ്, നമ്മളിൽ നന്മ ചെയ്യുവാനായിട്ടുള്ള ഒരു തീക്ഷ്ണത നമുക്ക് പരിശുദ്ധാത്മാവ് നൽകും. വിശ്വസ്തത, നമ്മളായിരിക്കുന്ന ജീവിത വിളിയോട് വിശ്വസ്തയോടെ മുന്നേറുവാനായിട്ട് നമുക്ക് സാധിക്കും. സൗമ്യതയോടെ മറ്റുള്ളവരോട് പെരുമാറാനായിട്ട്, ഒരു ആത്മസംയമനം, എല്ലാ കാര്യങ്ങളിലും ചാടി ഉത്തരം പറഞ്ഞ് അസ്വസ്ഥതകൾ ഉണ്ടാക്കേണ്ട. എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുമ്പോഴാണല്ലോ പല അസ്വസ്ഥതകളും നമ്മളിൽ രൂപപ്പെടുന്നത്. അപ്പോൾ നമുക്കൊരു ആത്മസംയമനം പാലിക്കുവാനായിട്ട്, ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ കൃപകളും അനുഗ്രഹങ്ങളും. പ്രിയമുള്ളവരെ, ഈ വിമല ഹൃദയ പ്രതിഷ്ഠയിലൂടെ, വിമല സംഗീത ശുശ്രൂഷയിലൂടെ പരിശുദ്ധ അമ്മ ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് സ്വീകരിക്കുവാനായിട്ട് നമ്മളെ ഒരുക്കുകയായിരുന്നു. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിക്കുമ്പോൾ നമ്മളിലുള്ള അന്ധകാരം മാറും. ഉൽപ്പത്തിയുടെ പുസ്തകം നമുക്ക് ബൈബിളിൽ നിന്ന് എടുക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനം: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു.
ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനുമീതെ ചലിച്ചുകൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, രൂപരഹിതമായവയ്ക്ക് രൂപം നൽകുന്നത് പരിശുദ്ധാത്മാവ്. രൂപരഹിതമായവയ്ക്ക് രൂപം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. നിന്റെ ജീവിതത്തിൻ്റെ അന്ധകാരത്തെ പ്രകാശപൂരിതമാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആത്മാവിനാൽ നിറയപ്പെടുമ്പോൾ നമ്മെല്ലാവരും പുതിയ മനുഷ്യരായിട്ട് രൂപാന്തരപ്പെടുകയാണ്. ആത്മാവിനാൽ നിറയപ്പെടുമ്പോൾ നമ്മളിലുള്ള പാപമാലിന്യങ്ങൾ കഴുകി ശുദ്ധമാക്കപ്പെടുകയാണ്. അതിനാലാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുമ്പോൾ അമ്മ നമ്മളെ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ പാകത്തിന് ഒരുക്കമുള്ള ജീവിതങ്ങളാക്കി രൂപാന്തരപ്പെടും. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതു ചൈതന്യം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ പ്രവൃത്തികൾ നന്മ നിറഞ്ഞതാകും. നമ്മുടെ വാക്കുകൾ സ്നേഹത്താൽ നിറയപ്പെട്ട വാക്കുകളാകും. നമ്മുടെ കൂടെയുള്ളവർക്ക് നമ്മുടെ സാമീപ്യം അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നതാകില്ല, മറിച്ച് സന്തോഷവും ആനന്ദവും നൽകുന്ന സാമീപ്യമായിട്ട് നമ്മുടെ സാന്നിധ്യം രൂപാന്തരപ്പെടും. ആയതിനാൽ പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ നമുക്ക് ലഭിച്ച ഈ ചൈതന്യം വിമല സങ്കേത ശുശ്രൂഷയിലൂടെ നമ്മൾ ഈ 32 ദിനങ്ങളിൽ പ്രാർത്ഥിച്ചൊരുങ്ങിയപ്പോൾ നമുക്ക് ലഭിച്ച ഒരു ആത്മീയ കൃപാവരമുണ്ട്. ഇതിൽ നിലനിൽക്കുവാൻ നമ്മളെ സഹായിക്കുന്നത് ശക്തിപ്പെടുന്ന പരിശുദ്ധാത്മാവ്. എങ്ങനെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്, വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവ്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഈ ദൈവത്തിൻ്റെ ചൈതന്യം എപ്പോഴുമുണ്ട്. നന്മ ചെയ്യണം, തിന്മ ചെയ്യരുത് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ചൈതന്യം. ഇനി ഏതെങ്കിലും ഒരു വീഴ്ച നമ്മുടെ ഭാഗത്തു നിന്ന് വന്നെങ്കിൽ ഓർത്ത് നോക്കിയേ, ഞാനൊരു തെറ്റ് ചെയ്തു, ഒരാളോട് ഞാൻ ദേഷ്യപ്പെട്ടു, അല്പം ഒന്ന് മോശമായിട്ട് സംസാരിച്ചു, ഇതാ ഞാൻ ആ ഒരു സാഹചര്യത്തിൽ നിന്നൊന്ന് മാറി നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിൽ ഓർമ്മപ്പെടുത്തുകയാണ്, അങ്ങനെ ചെയ്യണ്ടായിരുന്നല്ലോ. അല്പം കൂടെ ഒന്ന് സംയമനത്തോടെ പെരുമാറിയിരുന്നെങ്കിൽ ഈ ഒരു അസ്വസ്ഥത ഉണ്ടാകുമായിരുന്നില്ലല്ലോ. നോക്കിയേ, അപ്പം എൻ്റെ ഉള്ളിൽ അനുനിമിഷം നന്മ ചെയ്യണം, തിന്മയിൽ നിന്ന് അകന്നു നിൽക്കണമെന്നെന്നെ ഓർമ്മപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സ്വരമാണ് പരിശുദ്ധാത്മാവ്. ഈ സ്വരം തിരിച്ചറിയണമെങ്കിൽ ഞാൻ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയായിട്ട് മാറണം. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ അത് ഏതെങ്കിലും വിധത്തിൽ ഇങ്ങനെ മൂടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഇതെല്ലാം മാറ്റണം. അതിൻ്റെ കനലുകളൊക്കെ ഒന്ന് തീ പിടിപ്പിക്കണം. ആറിപ്പോയതിനെ ചൂട് പിടിപ്പിക്കണം. മറഞ്ഞിരിക്കുന്നതിനെ വെളിച്ചത്ത് കൊണ്ടുവരണം. പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം അതിലേക്ക് നമ്മളെ നയിക്കും. പ്രിയമുള്ളവരെ, വചനം മാംസം ധരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും. ഇതെല്ലാം നമുക്ക് സാധ്യമാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവുമായുള്ള നിരന്തരമായ ബന്ധത്തിലൂടെയാണ്. പരിശുദ്ധാത്മാവുമായുള്ള നിരന്തരമായ ബന്ധം, പരിശുദ്ധാത്മാവുമായി അഗാധമായൊരു ബന്ധം നമുക്ക് എങ്ങനെ സ്ഥാപിക്കുവാൻ സാധിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനുദിന പ്രാർത്ഥനകളിലൂടെയാണ്. നമ്മുടെ അനുദിന പ്രാർത്ഥനകളിൽ ദൈവത്തിന് നമ്മൾ നന്ദി പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഭാഷാവരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നമുക്ക് വളരുവാനായിട്ട് സാധിക്കും. ഈശോയെ നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, യേശു നൽകിയ നന്മകൾക്ക് നന്ദി പറയുമ്പോൾ, എല്ലാ ദിവസവും നമ്മളൊരല്പസമയം സ്തുതിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ വചനത്തിൽ കാണുന്നു. കഴിഞ്ഞ ദിവസം കണ്ടു, പരിശുദ്ധ അമ്മ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സ്തോത്രഗീതം. തമ്പുരാൻ നൽകിയ നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവം നൽകിയ നന്മകൾക്ക് നന്ദി പറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചൈതന്യം, നിറവ്, അഭിഷേകം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നമുക്കൊരു നിമിഷം കരങ്ങളൊന്ന് കുപ്പിപ്പിടിക്കാം, കണ്ണുകളടയ്ക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കാം. ഈ ദിനങ്ങളിലൂടെ നമ്മളെ നയിച്ച, അനുഗ്രഹിച്ച നല്ല ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നമുക്ക് നന്ദി പറയാം. കർത്താവേ, ഞങ്ങൾക്ക് ലഭിച്ച ഈ ആത്മീയ ചൈതന്യത്തെ കറകൂടാതെ സൂക്ഷിക്കുവാനും ഇതിൽ നിലനിൽക്കുവാനും ഞങ്ങളെ സഹായിക്കുവാനായി അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, മമദിസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, മറ്റു കുദാശകളുടെ സ്വീകരണത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിലുള്ള ഈ ആത്മീയ ചൈതന്യത്തെ ജ്വലിപ്പിക്കണമേ. എല്ലാ ദിവസവും ആത്മാവിനോട് ചേർന്ന്
ജീവിതത്തെ നയിക്കുവാനുള്ള കൃപ നൽകണമേ. പ്രാർത്ഥനയിൽ ആഴപ്പെടുവാനായിട്ടുള്ള കൃപ നൽകി ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ ചൈതന്യം കർത്താവെ ഒരിക്കലും ഞങ്ങളിൽ നിന്നും എടുത്തു കളയരുതേ. പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിന്നും എടുത്തു കളയരുതേ. പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തിൻ്റെ നിറവിൽ പുത്തനഭിഷേകത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. ഇന്നേ ദിനം പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾക്ക് അനുയോജ്യമായി ജീവിതം നയിക്കാത്ത എല്ലാവരെയും, പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾ തിരസ്കരിച്ച് ജീവിക്കുന്ന എല്ലാവരെയും നമുക്ക് ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ എന്ന് ഇന്നത്തെ നിയോഗമായിട്ട് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാനായിട്ട് മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, മറ്റു കുദാശകളുടെ സ്വീകരണത്തിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തിൽ നിറയപ്പെടുവാനായിട്ട് നമുക്ക് ലഭിക്കുന്ന സമയങ്ങളിൽ ഒരു 5-10 മിനിറ്റോ ഈശോയുടെ സന്നിധിയിലായിരുന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കുവാൻ, ദൈവം നൽകിയ നന്മകൾക്ക് നന്ദി പറഞ്ഞ് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ വലിയ ചൈതന്യം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരും. അതിനായി ഒരു 5-10 മിനിറ്റ് ദൈവസന്നിധിയിൽ സ്വസ്ഥമായിരുന്നൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുവാനായി നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. നമ്മുടെ നിയോഗങ്ങളെ, പ്രാർത്ഥനകളെല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് ചേർത്ത് വെച്ച് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അത്ഭുതങ്ങൾ കാണാം, അടയാളങ്ങൾ കാണാം, ആദിയും അന്തുമാകും നാഥനെ ആരാധിക്കുമ്പോൾ. 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 ആത്മാവിലും സത്യത്തിലും ആരാധിക്കും വേളകളിൽ ആദികളകലും വ്യാധികൾ ഒഴിയും അഭിഷേകം നിറയും. ആത്മാവിലും സത്യത്തിലും ആരാധിക്കും വേളകളിൽ ആദികളകലും വ്യാധികൾ ഒഴിയും അഭിഷേകം നിറയും. അത്ഭുതങ്ങൾ കാണാം, അടയാളങ്ങൾ കാണാം, ആദിയും അന്തുമാകും നാഥനെ ആരാധിക്കുമ്പോൾ. അത്ഭുതങ്ങൾ കാണാം, അടയാളങ്ങൾ കാണാം, ആദിയും അന്തുമാകും നാഥനെ ആരാധിക്കുമ്പോൾ. ഏറ്റവും പ്രാർത്ഥനയോടെ, ഭക്തിയോടെ ദിവികാരുണ്യ ആരാധിച്ച് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവിക ഇടപെടൽ സംഭവിക്കുവാനായി കർത്താവേ ഞങ്ങളുടെ ഒപ്പമായിരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഗീതത്തോട് ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. ആകാരത്തിൽ പാനീയത്തിൽ ആശീർവാദം നിറയാനായി നീയും നിന്റെ കുടുംബവും ഇന്ന് ആരാധിക്കണം. ആകാരത്തിൽ പാനീയത്തിൽ ആശീർവാദം നിറയാനായി നീയും നിന്റെ കുടുംബവും ഇന്ന് ആരാധിക്കണം. അത്ഭുതങ്ങൾ കാണാം, അടയാളങ്ങൾ കാണാം, ആദിയും അന്തുമാകും നാഥനെ ആരാധിക്കുമ്പോൾ. അത്ഭുതങ്ങൾ കാണാം, അടയാളങ്ങൾ കാണാം, ആദിയും അന്തുമാകും നാഥനെ ആരാധിക്കുമ്പോൾ. ദിവികാരുണ്യ ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ദൈവിക ഇടപെടൽ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുമല്ലോ. കർത്താവേ, നിന്റെ സന്നിധിയിൽ ഇതാ കുടുംബങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്ന ജീവിത മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവ്, ആത്മാവിന്റെ വലിയൊരു പുത്തൻ അഭിഷേകം എല്ലാ മേഖലകളിലും വ്യാപരിക്കുവാനായിട്ട് ഈശോയെ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ, ശക്തിപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ജീവിത വഴിയിൽ സ്വർഗത്തിന്റെ കരങ്ങൾ നമ്മിൽ പതിയാൻ ജീവിതകാലം മുഴുവൻ നാഥനെ ആരാധിച്ചിടാം. ജീവിത വഴിയിൽ സ്വർഗത്തിന്റെ കരങ്ങൾ നമ്മിൽ പതിയാൻ ജീവിതകാലം മുഴുവൻ നാഥനെ ആരാധിച്ചിടാം. അത്ഭുതങ്ങൾ കാണാൻ, അടയാളങ്ങൾ ആരാധിച്ച സന്തോഷത്തോടെ നാഥനെ ആരാധിക്കും. ഉണർവോടെ പാടി അത്ഭുതങ്ങൾ കാണാൻ, അടയാളങ്ങൾ കാണാം. പാടി പ്രാർത്ഥിച്ചേ. നാഥനെ ആരാധിക്കും. ഒരിക്കൽ കൂടി അത്ഭുതങ്ങൾ കാണാം, അടയാളങ്ങൾ കാണാം. ആദ്യമന്തവുമാകും നാഥനെ ആരാധിക്കുമ്പോൾ. ഈശോയെ നമ്മൾ ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഭാരങ്ങള്, നമ്മുടെ സങ്കടങ്ങള്, അസ്വസ്ഥതകള്, ആകുലതകൾ വിട്ടകലുന്ന വലിയൊരു അഭിഷേകം ദിവികാരുണ്യ ഈശോയോട് നമ്മൾ ചേർന്നിരിക്കുമ്പോൾ നമുക്കൊരു പുത്തൻ ഉണർവ് ലഭിക്കുന്ന വലിയൊരു ദിവ്യകാരുണ്യ അനുഭവം ഈശോ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഈശോയെ ആരാധിച്ചുകൊണ്ട് ഗാനത്തോട് ചേരട്ടെ. കൈവിലങ്ങോ കാരാഗ്രഹമോ കഷ്ടങ്ങൾ തൻ താഴ്വരയോ സിംഹക്കുഴിയുടെ നടുവിലും അവനെ ആരാധിച്ചിടാം. കൈവിലങ്ങോ കാരാഗ്രഹമോ കഷ്ടങ്ങൾ തൻ താഴ്വരയോ സിംഹക്കുഴിയുടെ നടുവിലും അവനെ ആരാധിച്ചിടാം. അത്ഭുതങ്ങൾ കാണാം, അടയാളങ്ങൾ കാണാം. ആദ്യമന്തവുമാകും നാഥനെ ആരാധിക്കുമ്പോൾ ചേർന്ന് അത്ഭുതങ്ങൾ കാണാം, അടയാളങ്ങൾ കാണാം. ആദ്യമന്തവുമാകും നാഥനെ ആരാധിക്കുമ്പോൾ അത്ഭുതങ്ങൾ കാണാം, അടയാളങ്ങൾ കാണാം. പ്രാർത്ഥിക്കട്ടെ. ഹൃദയത്തിൽ ഈശോയെ സ്തുതിക്കട്ടെ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തില്, നമ്മുടെ ഭവനങ്ങളില്, നമ്മളായിരിക്കുന്ന ജീവിത മേഖലകളിൽ കർത്താവിന്റെ ശക്തമായ ഇടപെടല് ഇതാ നിന്റെ കണ്ണുകൾക്ക് കാണാൻ സാധിക്കാത്ത വിധത്തിൽ, നിന്റെ ചിന്തകൾക്ക്, നിന്റെ ബുദ്ധിക്കും അതീതമായി നിന്റെ ജീവിതത്തിൽ നിന്റെ ദൈവം ഇതാ ഇടപെടാൻ പോകുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ഒരു പുത്തൻ അഭിഷേകത്തിലേക്ക് നീ ആയിരിക്കുന്ന ജീവിത മേഖലകളെ സമൃദ്ധമായി അനുഗ്രഹിക്കുവാൻ ഇതാ കഴിവുള്ള ദൈവം ഇതാ നിന്റെ മുൻപിൽ. ആരാധിച്ച് മഹത്വപ്പെടുത്തുകയെ സ്വയം സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, സ്വയം നന്ദി, സ്വയം ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വയം സ്തുതിക്കട്ടെ. ഹൃദയത്തിൽ സ്വയം സ്തുതിക്കട്ടെ. അധരങ്ങളിൽ സ്വയം സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരുകരങ്ങളെ ഉയർത്തി സ്വയം സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, പരിശുദ്ധനെ ആരാധന, പിതാവായ ദൈവമേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വയേ നന്ദി, സ്വയം ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വയേ നന്ദി, സ്വയം ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് നയിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് ഞങ്ങളെ ആത്മാവിന്റെ നിറവിനാൽ നയിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും പ്രാർത്ഥനയോടെ, ഏറ്റവും ഭക്തിയോടെ പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് എല്ലാവരും ഈ നിമിഷം ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവ് സ്വീകരിച്ച പരിശുദ്ധ അമ്മ മാതാവേ, അങ്ങേ പ്രിയസുതനോടൊപ്പം ഈ ദിവ്യകാരുണ്യ ആരാധനയില് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളിലേക്കും അമ്മ സ്വീകരിച്ച പരിശുദ്ധാത്മാവിന്റെ ഒരു പുത്തൻ അഭിഷേകം, ആത്മാവിന്റെ നിറവ് നൽകി ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. ഈ ആരാധനയുടെ സമയങ്ങളിൽ അമ്മയെ ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് സ്വയം സമർപ്പിച്ചപ്പോൾ പരിശുദ്ധാത്മാവിലൂടെ ദൈവപുത്രൻ അമ്മയിൽ ജന്മമെടുത്തതുപോലെ പ്രിയപുത്രനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഈ വേളയിൽ എല്ലാവരിലും ആത്മാവിന്റെ നിറവ്, ആത്മാവിന്റെ ചൈതന്യം ഒഴുകട്ടെ. ജോയൽ പ്രവചനം
2:28 തിരുവചനം, അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. എല്ലാവരുടെയും മേൽ. പ്രിയമുള്ളവരെ, ആർക്കും ഒരു മാറ്റവുമില്ലാതെ എല്ലാവരുടെ മേൽ, ആരെയും മാറ്റി നിർത്താതെ എല്ലാവരിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തെ പകർന്നു നൽകുന്ന ദ്വികാരുണ്യം. നാം ഓരോരുത്തരും ആയിരിക്കുന്ന ജീവിത മേഖലകളെ ശക്തിപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ ചൈതന്യം നമ്മളിലേക്ക് പറന്നിറങ്ങുമ്പോൾ, ഇതാ കഴുകനെ പോലെ ചിറകടിച്ചുയരുവാനായിട്ട്, കൂടുതൽ കരുത്താർജിക്കുവാനായിട്ട്, ഇരുളടഞ്ഞ ജീവിത മേഖലകളെ പ്രകാശപൂരിതമാക്കുവാൻ ഉൽപ്പത്തിയുടെ 1:1-2 വചനങ്ങളുടെ അഭിഷേകം. നദിയിൽ ജലത്തിന് മുകളിലൂടെ ചലിച്ചുകൊണ്ടിരുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, രൂപരഹിതമായിരുന്നവയ്ക്ക് രൂപം നൽകുന്ന ആത്മാവ്, അന്ധകാരത്തിൽ പ്രകാശം പരത്തുന്ന പരിശുദ്ധാത്മാവ്, സ്ലീഹന്മാരുടെ മേൽ പറന്നിറങ്ങിയ പരിശുദ്ധാത്മാവ് ഇതാ അവരുടെ ജീവിതത്തിന്റെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുക. പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരും. ആത്മാവിനാൽ സ്ലീഹന്മാർ നിറയപ്പെട്ടപ്പോൾ അവരുടെ ചിന്താരീതികൾക്ക് മാറ്റം വന്നു. വിശുദ്ധിയിലേക്ക് അവർ കൂടുതലായിട്ട് അടുത്തു. അവരുടെ ഭയവും പേടിയും എല്ലാം മാറി അവർ ധൈര്യമുള്ളവരായിട്ട് മാറി. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടപ്പോൾ അവരിതാ വചനം പ്രഘോഷിക്കുന്നവരായി. അവരുടെ ഇടയിലുണ്ടായിരുന്ന തർക്കങ്ങളും വഴക്കുകളും എല്ലാം മാറി. പിന്നീട് സ്ലീഹന്മാർ തമ്മിൽ തർക്കിക്കുന്നതോ വഴക്കുകൂടുന്ന ഒന്നും നമ്മൾ കാണുന്നില്ല. കർത്താവിൻ്റെ ആത്മാവിനെ ജീവിതത്തിൽ അനുഭവിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ സമൂലമായ മാറ്റം. സാമുവേലിന്റെ 1-ാം പുസ്തകം 10-ാം അധ്യായത്തിന്റെ 6-9 തിരുവചനങ്ങളിൽ ഇതാ ഒരു പുതിയ ഹൃദയം സാവൂളിന് ലഭിച്ചു. സാമുവേൽ പറഞ്ഞതെല്ലാം പ്രാവർത്തികമായി. നോക്കിയേ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഒരു പുതിയ ഹൃദയം, ഒരു പുത്തൻ അഭിഷേകം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചിരുന്ന സ്ലീഹന്മാരുടെ മേല പരിശുദ്ധാത്മാവിന്റെ നിറവ്. ഈ ദിനങ്ങളിൽ വിമല സംഗീത ശുശ്രൂഷ കഴിഞ്ഞ 32 ദിനങ്ങൾ എത്തി നിൽക്കുമ്പോൾ പ്രിയമുള്ളവരെ, അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. സമാപന ദിവസങ്ങളോട് അടുക്കുമ്പോൾ നമ്മുടെ ഈ പ്രാർത്ഥന നമ്മളെ നയിക്കുന്നത് ദിവ്യകാരുണ്യത്തിലേക്ക്, ആ ദിവ്യകാരുണ്യം പകർന്നു നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തിലേക്ക്. പ്രിയമുള്ളവരെ, ഇനിയുള്ള നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന ഒരു ജീവിതമായിട്ട് മാറണം. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമൂലമായ മാറ്റം സംഭവിക്കും. ആത്മാവ് നമ്മളെ പുതുസൃഷ്ടികളാക്കി മാറ്റും. നമ്മുടെ അധരങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം കടന്നു വരുമ്പോൾ നന്മയായത് സംസാരിക്കുവാൻ നമുക്ക് പറ്റും. ദേഷ്യപ്പെടുന്ന, മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ നമ്മിൽ നിന്നും ഇനിയൊരിക്കലും വരാതിരിക്കും. നല്ലത് പറയുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ നാവിനെ വിശുദ്ധീകരിക്കും. നന്മയായത് കാണുവാനായിട്ട് നമ്മുടെ കണ്ണുകളെ വിശുദ്ധീകരിക്കും. നല്ലത് കേൾക്കുവാനായിട്ട് നമ്മുടെ കാതുകൾക്ക് ശക്തി പകരും. നല്ലത് ചിന്തിക്കുവാനായി നമ്മുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് ഒരുക്കും. പ്രിയമുള്ളവരെ, ആരൊക്കെ ചോദിക്കുന്നുവോ ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി ഞാൻ പരിശുദ്ധാത്മാവിനെ നൽകുകയും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കും. പ്രാർത്ഥിക്കുവാൻ വരെ നമ്മളെ പഠിപ്പിക്കും. റോമാലേഖനത്തിൽ ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ നെടുവീർപ്പുകളെ പ്രാർത്ഥനകളാക്കി പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തും. നിങ്ങളുള്ളവരെ, ഈ ഒരു നിറവിലേക്ക് ഈശോ നമ്മളെ ഓരോരുത്തരെയും നയിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു നിറവിലേക്ക് പരിശുദ്ധാത്മ നമ്മളെ കൈപിടിച്ച് നയിച്ചത്. എല്ലാവരും ഇരുകരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ദൈവത്തിൻ്റെ ചൈതന്യമേ. യോർദാൻ നദിയിൽ ഈശോയുടെ ജ്ഞാനസ്നാന വേളയിൽ സ്വർഗം തുറന്നിറങ്ങി വന്ന മാടപ്രാവ് ഞങ്ങളെ പുതുസൃഷ്ടികളാക്കി രൂപാന്തരപ്പെടുത്തുവാൻ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇടതുകര ഹൃദയത്തോട് ചേർത്ത് വലതുകരം ദിവ്യകാരുണ്യ ഈശോയിലേക്ക് ഒന്ന് നെട്ടിപ്പിടിച്ച് നമുക്ക് നെറ്റിച്ചൊല്ലി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ ഈശോയെ, ദിവ്യകാരുണ്യ ഈശോയെ, ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ.
വർഷിക്കണമേ. വർഷിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ. ഒരു പുതു ചൈതന്യം ഞങ്ങളിൽ നിക്ഷേപിക്കണമേ. നന്മയായത് ചിന്തിക്കുവാനും പറയുവാനും പ്രവർത്തിക്കുവാനും പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭയത്തിന്റെയും പേടിയുടെയും ആകുലതയുടെയും ഉത്കണ്ഠയുടെയും നിരാശയുടെയും ദുരാത്മാക്കളെ എടുത്തുമാറ്റി പ്രത്യാശയുടെ ധൈര്യത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവായ ദൈവമേ, ഞങ്ങളുടെ ചിന്തകളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ അധരത്തെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരു കരങ്ങളും ഉയർത്തി ആത്മാവിന്റെ നിറവിന് വേണ്ടി ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി. വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അങ്ങ് പകർന്നു നൽകണമേ. ജ്ഞാനസ്നാനവേളയിൽ ഞങ്ങൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ നിറവ്, സ്ഥൈര്യലേപനത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ഓരോ കുദാശകളുടെ സ്വീകരണത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ആത്മാവിന്റെ ഉണർവ് ഒരു പുത്തൻ അഭിഷേകമായി ഞങ്ങളിലേക്ക് ചൊരിയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരുകരങ്ങളും യാചനാരൂപത്തിൽ പിടിച്ച് പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ധ്യാനത്തിന്റെ ഈരടികളോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ചേർന്ന് പാടാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. എല്ലാവരും ആഗ്രഹത്തോടെ സ്വരമുയർത്തി. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് ജീവൻ പകരണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ജീവൻ പകരണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ജീവൻ പകരണമേ. സ്നേഹം നൽകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സ്നേഹം നൽകണമേ. ഒരിക്കൽ കൂടി സ്നേഹം നൽകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സ്നേഹം നൽകണമേ. ക്ഷമയാൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ക്ഷമയാൽ നിറയ്ക്കണമേ. ആഗ്രഹത്തോടെ പാടുകേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ക്ഷമയാൽ നിറയ്ക്കണമേ. ആനന്ദം പകരണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആനന്ദം പകരണമേ. പാടുകേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആനന്ദം പകരണമേ. ദയയാൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ദയയാൽ നിറയ്ക്കണമേ. പാടി പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ദയയാൽ നിറയ്ക്കണമേ.
ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. ചേർന്ന് പാടിക്ക് ഒരിക്കൽ കൂടി. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. പ്രാർത്ഥനയോടെ ദിവികാരുണ്യ സന്നിധിയില് ഇരുകരങ്ങളും ശിരസോടൊന്ന് ചേർത്ത് വെച്ച്, ഇരുകരങ്ങളും ശിരസോടൊന്ന് ചേർത്ത് വെച്ച് നമ്മൾ ഈ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ നിറയപ്പെടുവാനായിട്ട് പാടി പ്രാർത്ഥിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ശിരസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ബുദ്ധിയെ സമർപ്പിക്കുന്നു, ചിന്തകളെ സമർപ്പിക്കുന്നു. വിശുദ്ധീകരിക്കണമേ, നന്മയായത് ചിന്തിക്കുവാൻ. കർത്താവിൻ്റെ ആത്മാവിൻ്റെ ചൈതന്യം ഞങ്ങളിലേക്ക് ചൊരിയണമേ. നല്ലത് ചിന്തിക്കുവാനായിട്ട്, നന്മയായത് പ്രവർത്തിക്കുവാനായിട്ടുള്ള ചിന്തകളെ നീ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ബുദ്ധിക്ക് അതീതമായി പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം എന്നുള്ള ബോധ്യം നൽകി, വിശ്വാസത്തിൻ്റെ ആഴം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ ശിരസ്സിനെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരാവാസം നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. ചിന്തകളെ വിശുദ്ധീകരണം, ജ്ഞാനം പകരണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ജ്ഞാനം പകരണമേ. അറിവ് നൽകണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അറിവ് നൽകണമേ. ആഗ്രഹത്തോടെ ജ്ഞാനം പകരണമേ. ഒരിക്കൽ കൂടി പരിശുദ്ധാത്മാവേ നമ്മുടെ എല്ലാ മക്കളെയും സമർപ്പിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്താൽ നിറയപ്പെടുവാൻ, കുഞ്ഞുങ്ങൾ നിറയപ്പെടുവാൻ, യുവജനങ്ങൾ നിറയപ്പെടുവാൻ, മുതിർന്നവർ നിറയപ്പെടുവാനായിട്ട് എല്ലാവരിലും പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ജ്ഞാനം പകരണമേ. ഇരുകരങ്ങളും കണ്ണുകളോടൊന്ന് ചേർത്ത് വെച്ച്, കണ്ണുകളോട് ചേർത്ത് വെക്കുക. കർത്താവെ, ഞങ്ങളുടെ കണ്ണുകളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും വിശുദ്ധീകരിക്കണമേ. തിന്മയായത് ഏതെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കണ്ണുകളെ നീ വിശുദ്ധീകരിക്കണേ. നന്മ കാണുവാൻ, മറ്റുള്ളവരുടെ ജീവിതത്തിലെ നന്മ കാണുവാൻ, അതിനെ വളർത്തുവാൻ പാകത്തിന് ഞങ്ങളുടെ കണ്ണുകളെ നീ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. വിശുദ്ധിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കണ്ണുകളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ചേർന്ന് പാടട്ടെ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വിശുദ്ധിയാൽ നിറയ്ക്കണമേ. ആഗ്രഹത്തോടെ പാടിക്കുക. എല്ലാവരും പാടിക്കേ. കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഞങ്ങളുടെ കണ്ണുകൾ വിശുദ്ധീകരിക്കണമേ. നല്ലത് കാണുവാൻ തെളിമയുള്ള കാഴ്ച നൽകി ഞങ്ങളുടെ കണ്ണുകളെ നീ വിശുദ്ധീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. ആഗ്രഹത്തോടെ എല്ലാവരും പാടട്ടെ. പരിശുദ്ധാത്മാവേ വിശുദ്ധിയാൽ നിറയ്ക്കണമേ. ഇരുകരങ്ങളും കാതുകളോടൊന്ന് ചേർത്ത് വെച്ച്, ഇരുകരങ്ങളും കാതുകളോട് ചേർത്ത് വെക്കുക. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ കാതുകളെ വിശുദ്ധീകരിക്കണമേ. നല്ലത് കേൾക്കുവാൻ, തിന്മയായത് കേൾക്കുന്നതിൽ നിന്നൊക്കെ മാറി നിന്ന് നല്ലത് കേൾക്കുവാൻ പാകത്തിന് ഞങ്ങളുടെ കാതുകളെ നീ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവെ വിശുദ്ധീകരിക്കണമേ. ഒരിക്കൽ കൂടി ചേർന്ന് പാടട്ടെ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വിശുദ്ധിയാൽ നിറയ്ക്കണമേ. ചേർന്ന് പാടിക്കുക എല്ലാവരും. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വിശുദ്ധിയാൽ നിറയ്ക്കണമേ. ഇരുകരങ്ങളും ചുണ്ടുകളോടൊന്ന് ചേർത്ത് വയ്ക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ ചുണ്ടുകൾ, അധരങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ നാവിനെ വിശുദ്ധീകരിക്കണമേ. പ്രവാചകന്റെ അധരത്തെ തീക്കനൽ കൊണ്ട് സ്പർശിച്ചതുപോലെ ഞങ്ങളുടെ നാവിനെ നീ വിശുദ്ധീകരിക്കണമേ. ആഗ്രഹത്തോടെ ഒരിക്കൽ കൂടി അധരത്തെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അധരത്തെ വിശുദ്ധീകരിക്കണേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അധരത്തെ വിശുദ്ധീകരിക്കണേ. ഇരുകരങ്ങളെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെക്കുകയാണ്. ഇരുകരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ്. കർത്താവേ, എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ.
എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ജീവിതത്തിൽ മുഴുവനായി നീ നിറയണമേ. ആത്മാവിനാൽ നിറയപ്പെടുമ്പോൾ നമ്മളെല്ലാം പുതിയ മനുഷ്യരാകും. പരിശുദ്ധ അമ്മ ഇതാ ആത്മാവിനാൽ നിറയപ്പെട്ടപ്പോൾ പിന്നീട് പരിശുദ്ധ അമ്മയുടെ ജീവിതം നോക്കി എത്ര അനുഗ്രഹപൂരിതമായി. ആത്മാവിനാൽ നിറയപ്പെടുന്ന ഓരോ വ്യക്തിയുടെ ജീവിതവും രൂപാന്തരം പ്രാപിക്കണം. നമ്മുടെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടണം. ഹൃദയം വിശുദ്ധീകരിക്കപ്പെടും, നമ്മുടെ അധരങ്ങൾ വിശുദ്ധീകരിക്കപ്പെടും, നമ്മുടെ ചിന്തകൾ വിശുദ്ധീകരിക്കപ്പെടും, നമ്മുടെ പ്രവൃത്തികൾ വിശുദ്ധീകരിക്കപ്പെടും. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ ഗലാത്യ 5:22-23 ഫലങ്ങളാൽ നമ്മൾ നിറയപ്പെടും. ആഗ്രഹത്തോടെ പാടി പാടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. എല്ലാവരും പാടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളെ മനസ്സിലൊന്നോർത്തേ. ഈ വിമല സംഗീത ശുശ്രൂഷയുടെ 1-ാം നാൾ മുതൽ നിങ്ങൾ മനസ്സിൽ സമർപ്പിച്ച പ്രാർത്ഥന നിയോഗം പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥത്തോട് ചേർന്ന് ദിവികാരുണ്യ സന്നദ്ധിയിൽ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൈവെപ്പുണ്ടാകട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചൈതന്യം ഉണ്ടാകട്ടെ, ഒരു പുത്തൻ അഭിഷേകമായിട്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഓൺലൈനിലൂടെ കൂടുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും അശ്രദ്ധ ദിവികാരുണ്യത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ അയക്കപ്പെട്ട എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളും ചേർത്ത് വെച്ചിട്ടുണ്ട്. കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം, നമ്മായിരിക്കുന്ന ജീവിത മേഖലകളിൽ ആത്മാവിൻ്റെ നിറവിലുള്ള ഒരു ജീവിതം. പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോഴുണ്ടല്ലോ നമ്മൾ പുതിയ സൃഷ്ടികളാകും. നമ്മുടെ ജീവിതം തന്നെ മാറി മറിയും. വലിയ ഒരു പുത്തൻ അഭിഷേകത്തിന് നിറവ്. പ്രിയമുള്ളവരെ, ആ വലിയൊരു പുത്തൻ അഭിഷേകം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് പകർന്നു നൽകണമേ. എല്ലാ നിയോഗങ്ങളും ചേർത്ത് വെച്ച് ആത്മാവായ ദൈവമേ ഞങ്ങളെ എന്ന് ശക്തിപ്പെടുത്തണമേ. ഈരടികൾ പാടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുട്ടിന്മേലായിരുന്നു കൊണ്ട് ദിവികാരുണ്യശോയുടെ കൃപ തുളുമ്പുന്ന പരിശുദ്ധാത്മാഭിഷേകം ചൊരിയുന്ന ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ഗാനത്തിൻ്റെ വരികളോട് ചേർന്ന് നമുക്ക് ദിവികാരുണ്യശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ഇന്നത്തെ പ്രവൃത്തി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതിനു വേണ്ടി ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് 10 മിനിറ്റ് ദൈവത്തെ സ്തുതിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനായി വിമല സങ്കേതം എന്ന് ടൈപ്പ് ചെയ്ത് നിയോഗത്തോടുകൂടി 9605818881 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക.